ശബരിമല സ്വർണ്ണമോഷണം ഉയർത്തി ഇന്നും നിയമസഭ സ്തംഭിപ്പിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളിവിടെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെക്കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള പരാമർശം അങ്ങേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ ഓവറിൽ ഉന്നയിക്കാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. അതെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനെങ്കിൽ ഓക്കെ, ഇറ്റ്സ് യുവർ റൈറ്റ്, ഇറ്റ്സ് യുവർ റൈറ്റ്. ഞാൻ ഡിനായുന്നില്ല, ചെയർ ഡിനായുന്നില്ല. പക്ഷേ അതെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യു ക്യാൻ. അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. അല്ലല്ല, അങ്ങയുടെ ആറ്റിറ്റ്യൂഡ്. പിന്നാലെ ബാനറുമായി പ്രതിപക്ഷ MLA-മാർ നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനും ഇടയാക്കി. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. അവിടെ പിടിച്ചോ, ഇവിടെ പിടിക്കാൻ പറ്റില്ല, അവിടെ പിടിക്കാൻ പറ്റില്ല. യെസ് 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 യെസ്, അങ്ങ് പറഞ്ഞോ. യെസ് യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ഭരണകക്ഷി പ്ലീസ്, ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ചോദ്യോത്തരം നടക്കണം. ട്രഷറി ബെഞ്ചിൽ അംഗം ശ്രീ DK മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M രാജഗോപാലൻ, ബഹുമാനപ്പെട്ട സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, കാലോചിതമായ സാർ, ഇന്നലെ അങ്ങ് പറഞ്ഞു ഞങ്ങളിവിടെ മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങ് വലിയ ബഹളം ഉണ്ടാക്കി. ഇന്ന് ആ കുഞ്ഞുങ്ങൾ വേറെ കുഞ്ഞുങ്ങളാണ്. അവർ ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ മന്ത്രിമാരും ചില അംഗങ്ങളും നടത്തിയ സഭ്യേതരമായ പരാമർശം അങ്ങ് കേട്ടുകൊണ്ടിരുന്നു. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ചില അംഗങ്ങളോട് പറഞ്ഞത്. സാർ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു ചീഫ് മാർഷലിന് പരിക്കേറ്റെന്ന്. സാർ, ഈ ചീഫ് മാർഷൽ പണ്ട് കൈയൊടിഞ്ഞെന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണ്. അതൊന്നും പക്ഷേ ഞങ്ങളെ ആരും ഭയപ്പെടാൻ ചീഫ് മാർഷൽ ഇപ്പൊ ഇല്ല. ഞങ്ങൾ ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ്. ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വാമി അയ്യപ്പന്റെ ദ്വാരപാലക. പ്രതിപക്ഷ നേതാവ് ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുകയാണെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അംഗങ്ങളെ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം 2ആയി ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം 53F പ്രകാരം സഭയുടെ നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ സഭാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു.
അരുൺകുമാർ, സ്വർണ്ണപ്പാളി വിവാദത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഇന്ന് സഭയിലുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാന പ്രതിഷേധം. ഇന്ന് വാച്ച് ആൻഡ് വാർഡർമാരുമായുള്ള ഉന്തുതൽ തുടർന്നു. അങ്ങനെയാണ് ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഇന്ന് സഭയ്ക്കകത്തുണ്ടായത്. മന്ത്രി വി എൻ വാസവന്റെ രാജി തന്നെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടത്. പിന്നീട് സംഘർഷം ഒരു വലിയ സംഘർഷത്തിൽ നീങ്ങുന്നു എന്ന തോന്നലിലാണ് സഭാ നടപടികൾ ഇടയ്ക്ക് നിർത്തിവെച്ചത്. അതിനിടയിൽ ചീഫ് മാർഷലിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ചീഫ് മാർഷലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീടാണ് പാർലമെന്ററി കാര്യ മന്ത്രി എം പി രാജേഷ് സഭയിൽ 3 പ്രതിപക്ഷ എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. അതിൽ കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനമാണ് ചൂണ്ടിക്കാണിച്ചത്. വനിതാ വാച്ച് ആൻഡ് വാർഡർമാരെ വരെ ആക്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തി. ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവം ചൂണ്ടിക്കാണിച്ച് 3 എംഎൽഎമാർ റോജി എം ജോൺ, സനീഷ് ജോസഫ്, ഒപ്പം എൻ വിൻസെന്റ്, ഇങ്ങനെ 3 പേരെ ഇന്ന് സഭാ നടപടികൾ പൂർത്തിയാകുന്നതുവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതിൽ കടുത്ത പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത് ഏകപക്ഷീയമാണ് നടപടി എന്ന ആരോപണമാണ്. അതിനൊപ്പം തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന ആവശ്യം കൂടി UDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ സഭയ്ക്ക് പുറത്ത് വലിയ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം കോപ്പുകൂട്ടുന്നുണ്ട്. UDF നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകും. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ജ്യോതി തെളിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗമം നടത്തി. ഒപ്പം 14-ന് സംസ്ഥാനത്ത് 4 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. അത് 18-ന് പന്തളത്ത് സംഗമിക്കും. മറ്റ് പ്രതിഷേധ പരിപാടികൾ 21-ന് ചേരുന്ന UDF യോഗം തീരുമാനിക്കും. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.